ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്താ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഇന്നും പ്രത്യേകിച്ചൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഇടാന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ പിന്നെ നൈറ്റാണ്. വീഡിയോ ഇനി എപ്പോഴാണ് അപ്ലോഡ് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നിലവിൽ നൈറ്റാണ്. അപ്പോൾ പിന്നെ ഇന്ന് ചോറായി. ചോറ് ഓൾറെഡി നേരത്തെ ഉച്ചയാകുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടൗണിൽ പോയിട്ട് ഇപ്പോൾ വന്നതാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പേ തോര എടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ കുക്കറിൽ. അപ്പോൾ തോരക്കറി വെക്കാമെന്ന് വെച്ചിരുന്നു. തോര തേങ്ങയൊന്നും അരക്കണില്ല, തേങ്ങയൊന്നും അരക്കാണ്ടുള്ള തോരക്കറി വെക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ് കൂടിപ്പോയി ഗൈസ്, വറുത്തിടുമ്പോൾ ശരിയാവല്ലേ, ഇച്ചിരി ഒരു പൊടിക്ക് കൂടിപ്പോയി. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടാണ്. സൗണ്ട് കേൾക്കണ്ടാവും, എന്തുവാന്ന് വിചാരിക്കണ്ടാവും. വാഷിംഗ് മെഷീനാണ്. അപ്പോൾ രാവിലത്തേക്ക് ഞാൻ ഒരു പണി വെക്കാറില്ല ഗൈസ്. രാവിലത്തെ ചായയും കടിയും മാത്രം. അലക്കൊക്കെ വൈകുന്നേരം ആകുമ്പോൾ അലക്കി തീർക്കാറാണ് പതിവ്. രാവിലെ വരുമ്പോൾ ഭയങ്കര മടിയാണ്. പൊളിഞ്ഞു പോയി ഗൈസ്. അപ്പോൾ ഇതിൽ വറുത്തിട്ട് കറി ഇതിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇച്ചിരി കട്ടിയായിപ്പോയി. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാക്കും. സാധാരണ തേങ്ങ ഒതുക്കി കൂട്ടാറൊക്കെ ഉണ്ട്. ഇതിപ്പം തോര ഇച്ചിരി അരിയായിപ്പോയി. അപ്പോൾ തേങ്ങയും കൂടി അരച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസത്തേക്കുള്ള കറിയായിപ്പോവും. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചിട്ട്, വെള്ളം ഒഴിച്ചതല്ലേ, അപ്പോൾ ഒന്ന് തിളപ്പിച്ചിട്ട് ഇതിലേക്കൊന്ന് വറുത്തിടുകയൊക്കെ ചെയ്യട്ടെ കേട്ടോ. പിന്നെ തോരക്കറി മാത്രമല്ല, ഉണക്ക കതിരില്ലേ, സ്രാവ് വറുത്തതുണ്ട്. പിന്നെ നമ്മുടെ പയറ് തോരൻ. പയറൊക്കെ വെച്ചതിന് ശേഷം ഞാൻ വിചാരിച്ച ഒരു വീഡിയോ എടുത്തുകൂടെയാണ്. എല്ലാത്തിനും മടിയാ, എന്ത് ചെയ്യാനാ. അപ്പോൾ കറി തിളക്കട്ടെ, വരാം. അപ്പോൾ അതുപോലെ വീഡിയോ എടുക്കാൻ വിട്ട ഒരു കാര്യം കൂടി ഉണ്ട്. ആരെങ്കിലും മിസ് ചെയ്യുമോ? എന്നെ പോലെ ഉള്ള പൊട്ടന്മാരല്ലാണ്ട് മിസ് ചെയ്യൂല. വേണ്ട, കണ്ടോ, അന്ന് എന്തോ കോലുമുട്ടായി വാങ്ങിക്കുന്ന സമയത്ത് ഒരു ബോട്ടിൽ കിട്ടി. അപ്പോൾ ആ ബോട്ടിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി നെല്ലിക്ക വാങ്ങിക്കാമെന്ന്. അപ്പോൾ നെല്ലിക്ക വാങ്ങിച്ചിട്ട് ഉപ്പിലിട്ട് വെച്ചേക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് തിളപ്പിച്ചിട്ട് ഉപ്പിലിട്ട അപ്പോൾ പെട്ടെന്ന് ഒരു പരുവത്തിനാവുകയും ചെയ്യും. ഇല്ലെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. തുറക്കുമ്പോൾ എന്താ ഗൈസ്. ഇനിയിപ്പോൾ നല്ല മറ്റേ ചില്ലിൻ്റെ ബോട്ടിൽ വാങ്ങിച്ചിട്ട് മറ്റേ എന്താ പറയണ്ടേ, ക്യാരറ്റും ഇതൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാനല്ലേ ആള്. എന്താ വേണം, സിർക്കയും നെല്ലിക്കയുടെയും ഉപ്പും മുളകും പച്ചമുളകിൻ്റെ മണം ഇങ്ങനെ അടിച്ച് കയറുക. അപ്പം ഇതെങ്ങനെയാണ് ഉപ്പിലിട്ടതെന്ന് വെച്ചാൽ, വെള്ളം തിളപ്പിച്ച് വെച്ച് അത് ആറിയതിന് ശേഷം പിന്നെ നമ്മൾ നെല്ലിക്ക പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പുഴുങ്ങലെന്ന് വെച്ചാൽ ഒന്ന് തിളയ്ക്കണ മാതിരി അത്രേ വെച്ചുള്ളൂ. വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തിളയ്ക്കുന്നത് വരെ, എന്നിട്ട് ഊറ്റി കളഞ്ഞിട്ട് ആ നെല്ലിക്ക തണിഞ്ഞതിന് ശേഷം നെല്ലിക്കയിൽ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് വിനാഗിരി ഇല്ലേ, വിനാഗിരി ഒഴിച്ച് പിന്നെ മുളകും കീറിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് കാര്യം. സോ സിമ്പിൾ ഗൈസ്.
ഇനി എനിക്ക് ക്യാരറ്റ് ഉണ്ടാക്കണം. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിളാണ്. പൈനാപ്പിൾ ഇട്ടാൽ ഒറ്റ ദിവസം എത്തത്തുള്ളൂ. ഇതാകുമ്പോൾ ഡെയിലി ഓരോന്ന് വെച്ചിട്ട് കഴിക്കാമല്ലോ, നല്ലതല്ലേ. അപ്പോൾ പൈനാപ്പിളിൻ്റെ വില അധികം, ക്യാരറ്റിന് അത്ര വിലയില്ലല്ലോ. നമുക്ക് ക്യാരറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ക്യാരറ്റും കൂടി വേണം. അതല്ല, മോന് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ദീച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റ് ഇട്ടിട്ട് മുറിച്ചിട്ടിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു ലീവുള്ള ദിവസം വരട്ടേന്ന് വെച്ചിട്ട്. അത് മാത്രമല്ല, ബോട്ടിൽ വാങ്ങിക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ ഉപ്പിലിട്ട് വയ്ക്കൂലെന്ന് തോന്നുന്നു. ചില്ലിൻ്റെ ബോട്ടിൽ നല്ല പൈസയുണ്ട്, സാധനത്തിന് ചെറിയ പൈസയുള്ളെങ്കിൽ. പക്ഷെ അത് എപ്പോഴത്തേക്കും ആയി, അതാണ് പൊട്ടിച്ചില്ലെങ്കിൽ. നമ്മുടെ ഇവിടുത്തെ പോക്കിരികൾ പൊട്ടിച്ചില്ലെങ്കിൽ ചില്ലിൻ്റെ ഉപ്പിയാകുമ്പോൾ എപ്പോഴത്തേക്കും ആയി, ഒന്നും പേടിക്കാനില്ല. അപ്പോൾ നമ്മൾ കറി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിക്കി പിടിക്കും. ഒന്നാമത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ടതല്ലേ, അപ്പോൾ അത് അടുക്കി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചോറ്, തോരക്കറി, പയറുവറവോ ഉണക്കവറവോ മതി, ധാരാളം. അപ്പോൾ കറിയൊക്കെ പോണു ഗൈസ്. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ചുമ്മാ ഇരുന്നപ്പോൾ ഞാൻ പയ്യന്നൂർ പോയിട്ടൊക്കെ വന്നിട്ട് നേരെ അടുക്കളയിലോട്ട് വന്നു. വെച്ചാൽ കറി വെച്ചിട്ടുണ്ടായിരുന്നില്ല. കറി അത് വേവിച്ച് വെച്ചിട്ടേ ഉള്ളൂ തോര. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വെച്ചാൽ അപ്പോൾ ഞാൻ വെച്ച് സിമ്പിളായിട്ടൊരു വീഡിയോ എടുത്താലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ്. ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ. ഡെയിലി ഇടണം എന്നൊക്കെ ഉണ്ട്, നടക്കൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ആഗ്രഹമുണ്ട്. ചിലപ്പോൾ എങ്ങാണ്ട് നമ്മുടെ വീടൊക്കെ ഓടിയാലോ അല്ലേ, ബൈ ചാൻസ്. നമ്മളെ ഒരു മിസ്റ്റേക്ക് കാരണം ആണ് വീഡിയോ ഇടാത്തതുകൊണ്ടാണ് ഓടാത്തതെന്ന് പറയണ്ടല്ലോ, സത്യല്ലേ. ലോട്ടറി അടിക്കണമെങ്കിൽ ലോട്ടറി എടുക്കണ്ടേ, അല്ലാണ്ട് ലോട്ടറി അടിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ വീഡിയോ ഇടാണ്ട് വീഡിയോ ഓടണില്ല എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. അപ്പോൾ വീഡിയോ ഇടണം, ഡെയിലി ഇനി വീഡിയോ ഇടാൻ ശ്രമിക്കാം ഗൈസ്. ഡെയിലി വീഡിയോ ഇടാം, നോക്കാം. എന്നിട്ടും ഓടണില്ലെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം. വേണ്ട അല്ലേ, ഉപേക്ഷിക്കേണ്ട. പരിശ്രമിക്കുകിൽ എന്തിനേയും വശത്തിനാക്കാൻ കഴിവുള്ള വണ്ണം എന്നല്ലേ, അങ്ങനെ എന്തോ അല്ലേ ആണ്. നമുക്ക് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ചിലപ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം ക്ലിക്കായാലോ, പറയാൻ പറ്റില്ലല്ലോ. ഇതുപോലത്തെ ചളിപുളി വീഡിയോസൊക്കെ ഇടാം ചിലപ്പോൾ, ബൈ ചാൻസ്. പറയാൻ പറ്റില്ല. ഭാഗ്യം വരണ വഴി ഏതാണെന്ന് ഇപ്പം മനുഷ്യന്മാർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. ഏതിലൂടെ എങ്ങനെയൊക്കെ വരിക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. സത്യമാണ്. പക്ഷെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ചാനലൊന്നും തുടങ്ങിയേ. പിന്നെ 1000 വ്യൂ ആക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പാട് കർത്താവിന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. സത്യമായിട്ടും ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. 1000 സബ് മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് 1000 സബ് വേണം എന്ന് പറഞ്ഞിട്ട് കിടന്ന് ഓടിയതാണ്. അപ്പോൾ പിന്നെയാണ് ഇച്ചിരി വിവരം വെച്ച് ഒന്നിക്കിൽ 4000 വാച്ച് അവർ, അല്ലെങ്കിൽ 10 മില്യൺ അല്ലേ വ്യൂസ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നാകുമ്പോൾ നോർമലി നമുക്ക് 1000 സബ് കംപ്ലീറ്റ് ആവും. പക്ഷേ എങ്കിൽ എല്ലാവരെയും വിചാരം എന്ന് വെച്ചാൽ ആദ്യം സബ് 1000 ആക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാട. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ അതിൻ്റെ യാതൊരു ആവശ്യമില്ല. സബ് നോക്കേ വേണ്ട. മോണിയാക്കാൻ വേണ്ടിയിട്ടാണ് പറയണേ. അതിന് ശേഷമുള്ളത് പിന്നെ നോക്കണം നമ്മൾ, ബാക്കി നമുക്ക് മുന്നോട്ട് പോകണ്ടേ. സബ് ആക്കാൻ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് 1000 സബിന് വേണ്ടി കിടന്ന് പായേണ്ട ആവശ്യമില്ല. മോണിറ്റൈസേഷൻ്റെ ബാക്കി ക്രിറ്റീരിയ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ സബ് ഓൾറെഡി കംപ്ലീറ്റ് ആയിക്കോളും. ഒരുപാട് ടെൻഷൻ അടിച്ചായിരുന്നു, ഒരുപാട് വിഷമിച്ചായിരുന്നു. ഒഴിവാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്ര പോലെങ്കിലൊക്കെ ആയില്ലേ. അപ്പോൾ ചിലപ്പോൾ ഇനി വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയാലും പരിശ്രമിക്കാം നമുക്ക്, അല്ലേ.
അപ്പോൾ നമ്മുടെ പരിശ്രമം കറി ഇതേ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. 1 മിനിറ്റ് ഓ പൊളിക്കല്ലടാ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ. എന്നാതേവോ നമ്മുടെ മലറിൻ്റെ വെളിച്ചെണ്ണ കേട്ടോ. മലക്കൊടിയേ ഞാനിന്ന് അപ്പം ഇച്ചിരി കടു ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി വറുത്തിടാറുണ്ടെന്ന് തോന്നുന്നു എനിക്ക്, അതുകൊണ്ട് ഞാൻ കടുവട. കറിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോയിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ ഉണ്ടാവുമെന്ന്. നമ്മുടെ വാഷിംഗ് മെഷീൻ അലക്കാനിട്ടുണ്ട്. വിളിക്കുന്നു എന്നെ. കുക്കറിന് ഇതിലോട്ട് മാറ്റേണ്ടതുകൊണ്ട് ഇത്രയും വലിയ പാത്രം വെച്ചേട്ടാ. നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്തോ ഇത്രയും വലിയ പാത്രത്തിൽ വറുത്തിടണേ. അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാട്ടാ. കൊല്ലോ വെളിച്ചെണ്ണ ഇത്തിരി അധികമാണോ എന്നൊരു സംശയം. ഇല്ല കുഴപ്പമില്ല. ഇത് ഏറ്റവും വലിയ ടാസ്ക് കഴിയരുതാ. കറിവേപ്പില ഞാൻ വറുത്തിട്ടതിന് ശേഷമാണ് കറിവേപ്പില കൊണ്ട് വരണത്. അത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മൂലം ഇതൊഴിക്കലാണ് വലിയ ടാസ്ക്. ഗൈസ് അഞ്ച് മിനിറ്റ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞ വീഡിയോ 10-12 മിനിറ്റോളായിട്ടാ. ഇതിങ്ങനെ തന്നെ വയ്ക്കാമല്ലേ. അപ്പം നിങ്ങളെ കാണിക്കുമ്പോൾ ഒരു ഭംഗി ഇരിക്കട്ടെ. ഭംഗി താണുപോയി ഗൈസ്. കറിവേപ്പില ഭംഗിക്ക് വെച്ചത് താണുപോയി ഗൈസ്. ഇതാണ് അപ്പം നമ്മുടെ തോരക്കറി ഇവിടെ റെഡിയായി. തേങ്ങ അരക്കാത്ത തോരക്കറി. ഇവിടെ നമ്മുടെ വറവുണ്ട്, പയർ വറവ്, ഉണക്കും വറക്കാനായിട്ട്. അപ്പം സെറ്റ്. ചോറ് ഇവിടെ ഓൾറെഡി നേരത്തെ റെഡിയായി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് കാണിച്ചില്ലല്ലോ എന്ന് വിചാരിക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചുമ്മാ വന്നതാ. ബോറായെങ്കിൽ ക്ഷമിക്കുക. നല്ലതാണെങ്കിൽ ഒരാളെങ്കിൽ ഒരു നല്ല അഭിപ്രായം പറയണം. എന്നാൽ നമുക്ക് മുന്നോട്ട് എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ചളിയൊക്കെ എടുത്തിട്ട് വീഡിയോ ആക്കിയിട്ടിടാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ടാറ്റാ.